ആദ്യത്തെ ചോദ്യം വരുന്നത് സമാന്തര ശ്രേണി അല്ലെങ്കിൽ സമാന്തര സംഖ്യാ ശ്രേണിയുടെ അടുത്ത പദം, അതായത് ഇങ്ങനെ ഒരു തന്നിരിക്കുന്ന ഒരു സമാന്തര സംഖ്യാ ശ്രേണിയാണ്, ഇതിന്റെ അടുത്ത പദം ഏതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സാധാരണ രീതിയിൽ സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സംഖ്യയോട് മറ്റൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഖ്യ അത് കൂട്ടി 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 പോകും. അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 5 എടുക്കുകയാണെങ്കിൽ അതിനോട് ഞാൻ 2 കൂട്ടുമ്പോൾ എനിക്ക് 7 കിട്ടും, വീണ്ടും 2 കൂട്ടുമ്പോൾ എനിക്ക് 9 കിട്ടും, വീണ്ടും 2 കൂട്ടുമ്പോൾ എനിക്ക് 11 കിട്ടും. ശരിയല്ല? അപ്പം ഇങ്ങനെ ഒരേ സംഖ്യ തന്നെ, നിശ്ചിത സംഖ്യ തന്നെ ആവർത്തിച്ച് കൂട്ടി 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 പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് എന്ന് പറയുന്നത് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇപ്പോൾ നമ്മളോട് ചോദിക്കാൻ ഇതിൻ്റെ അടുത്ത സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? അവിടുത്തെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. അതായത് ഏത് സംഖ്യയാണ് നമ്മൾ കൂട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ക്വസ്റ്റിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് 7 - 5 2 2ആണ് കൂട്ടി കൂട്ടി പോയത്. സോ നമ്മൾ അടുത്ത സംഖ്യ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സംഖ്യയോടൊപ്പം 2 കൂട്ടിയാൽ മതി. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. പക്ഷേ ഇവിടേക്ക് നമ്മൾ വരുമ്പോൾ, ഈ ഒരു ചോദ്യത്തേക്ക് വരുമ്പോൾ, ഇവിടെ എല്ലാം റാഡിക്കലാണ് ക്വസ്റ്റ്യൻ, അതായത് റൂട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കുള്ള പ്രശ്നം നോക്കി, ഇവിടെ നമുക്ക് എന്താ പറയുക, √8 - √2 അതായിരിക്കും പൊതുവ്യത്യാസം. ഇതുപോലെ ഇങ്ങനെ 7 - 5 ഏതാ കൂട്ടിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ഇങ്ങനെയാണ് കുറയ്ക്കുക. ഇപ്പോൾ √8 - √2 നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. മൈനസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഇതിന് 2√2 എന്ന് എഴുതുക. ഈ √8 നമുക്ക് 2√2 എന്ന് എഴുതാൻ പറ്റും. 2√2 - √2 അപ്പോൾ നമുക്ക് 2√2 - √2 എന്ന് പറഞ്ഞാൽ √2 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ അത് കൂട്ടി കൂട്ടി പോകുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് കിട്ടില്ല. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2√2 - √2. കാരണം √8 നമുക്ക് 2√2 എഴുതാൻ പറ്റും. ഇത് 2√2 √2 മൈനസ് നമുക്ക് √2 എന്നാണ് കിട്ടുക. √8നോട് √2 കൂട്ടിയാൽ √12 സാധനം നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യുമ്പോൾ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിനെയൊക്കെ ഈ സംഖ്യകളൊക്കെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി നോക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താ? √2 ഉണ്ട്, ദെൻ √8 ഉണ്ട്, √18 ഉണ്ട്, ഇതിന് ഏതാ കിടക്കുന്നത്? √32 ഉണ്ട്. ഒന്ന് നോക്കി, ഇത് √2 അല്ലേ? സോ അവ കിടക്കട്ടെ, √2 ഒന്നും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, √2 അതുപോലെ എഴുതാം. ഈ അടുത്ത് നോക്കിയേ, √8 നമുക്ക് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാം? പെട്ടെന്ന് എങ്ങനെ സിംപ്ലിഫൈ എഴുതാം? √8 എങ്ങനെ ചിന്തിച്ചേ? 4 × 2 എന്ന് എഴുതി കൂടെ? 8 നമുക്ക് 4 × 2 എഴുതാം. ശരിയല്ലേ? അപ്പോൾ √4 എത്രയാണ്? 2 എഴുതി. ശരിയല്ലേ? ഇനി √4 2ആണ്, √2 √2 റൂട്ടില്ല, സോ 2√2. മനസ്സിലായെന്നാണ് തോന്നുന്നു നമുക്ക്. അതായത് എങ്ങനെയാണ് ഇത്? നമുക്ക് ഈ √4 രണ്ടാണ് സെപ്പറേറ്റ് ചെയ്യാം. √4 × √2. അപ്പോൾ √4 നമുക്ക് 2 എന്നറിയാം, ഇനി റൂട്ടില്ല, 2 റൂട്ട് ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാം. ഇനി നമുക്കൊന്ന് ഇത് മൈൻഡിൽ നിന്ന് കാൽക്കുലേറ്റ് നോക്കി. √18 നമുക്ക് ഇങ്ങനെ എഴുതാം? 9 × 2 എന്ന് എഴുതാം. 18നെ 9 × 2. അപ്പോൾ √9 എത്രയായിരിക്കും? 3 കണ്ടോ? ഇനി √32 എങ്ങനെ എഴുതാം? √16 × 2. അപ്പോൾ 16 √4, ബാക്കി √2 കണ്ടോ? അപ്പോൾ ഇതെങ്ങനെയാണ് പോകുന്നത്? ഈ √2 1√2 ആണ്, 1√2 2√2 3√2 4√2. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? 5√2 ആണ് നമുക്ക് കിട്ടാനുള്ളത്. 5√2 നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് ഓപ്ഷനിൽ നോക്കാം, 5√2 ഉണ്ടോന്ന്. ഇതാ ഓപ്ഷനിൽ 5√2 ഇല്ല. ശരിയല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. ഈ ഓപ്ഷനകത്ത് 5 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, ഇതുപോലെ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5√2 കിട്ടുന്ന ഏതാണ് എന്ന് നോക്കാം. ശരിയല്ലോ? നോക്കി, √40 നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട എന്താണ്? എന്തുകൊണ്ട് ഞാനിവിടെ 18നെ ഞാൻ 6 × 3 എഴുതാതെ 9 × 2 എന്ന് എഴുതി? കാര്യം നമ്മൾ എഴുതുമ്പോൾ ഒരു സംഖ്യ റൂട്ടുള്ള സംഖ്യ ആയിരിക്കണം. ഇവിടെ നമ്മൾ 16 × 2 എന്ന് എഴുതിയത് ഒരു സംഖ്യ റൂട്ടുള്ള സംഖ്യയാണ്, അല്ലാതെ 4 × 8 അല്ലെങ്കിൽ 4 എഴുതി നമുക്ക് എഴുതാം, വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ എപ്പോഴും ഒരു സംഖ്യ റൂട്ടുള്ള സംഖ്യ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കി, ഇതിനകത്ത് 40 √50, ഈ √50 നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കി. √50ന്റെ പ്രത്യേകത എന്താണ്? √50 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √50 √25 × 2 എന്ന് എഴുതാം. ശരിയല്ലേ? √25 എത്രയാ? 5, ബാക്കി √2, 5√2. ശരിയല്ലേ? അപ്പോൾ അടുത്ത സംഖ്യ കിട്ടുന്നത് 5√2 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ എത്രയാണ്? √50 ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചിന്തിച്ചെടുക്കേണ്ടത്. ബുദ്ധിമുട്ടുള്ള ചോദ്യം അല്ല, എങ്കിലും നമുക്ക് ആ ഒരു സമാന്തര ശ്രേണി എന്ന് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഫോം നമുക്ക് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എത്ര രണ്ടക്ക സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കാം? എത്ര രണ്ടക്ക സംഖ്യകളെ 3 ഇത് വേറൊരു പാറ്റേണിൽ നമ്മൾ സമാന്തര ശ്രേണിയിൽ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 10 മുതൽ 99 വരെയുള്ള സംഖ്യകളിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് എന്നൊരു ചോദ്യം നമ്മൾ SCERT ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യം, 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യമാണ് ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഇവിടെ പറ്റുക. എത്ര രണ്ടക്ക സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കാം? ഈ രണ്ടക്ക സംഖ്യകൾ എവിടെ തുടങ്ങുന്ന? 10ലാണ് തുടങ്ങുന്ന. എവിടെ അവസാനിക്കും? 99 അവസാനിക്കുന്ന. അല്ലേ? അപ്പോൾ ഇതിൽ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം എത്ര?
സംഖ്യകളുടെ എണ്ണമാണ് ചോദ്യം. അപ്പോൾ സമാന്തര ശ്രേണിയിലുള്ള ചോദ്യമാണെന്ന് അത് ഐഡന്റിഫൈ ചെയ്യുക. സംഖ്യകളുടെ എണ്ണം നമ്മൾ എണ്ണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കണം എന്ന് ആലോചിക്കണം. നമ്മൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. n നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകിൽ Tn മൈനസ് a ബൈ d പ്ലസ് 1, Tn മൈനസ് അല്ലെങ്കിൽ an മൈനസ് a ബൈ d പ്ലസ് അല്ലെങ്കിൽ xn മൈനസ് a ബൈ d പ്ലസ് 1 എന്നാണ് പഠിച്ചിട്ടുണ്ട്. Tn മീൻസ് ലാസ്റ്റ് ടേം, a എന്ന് ഫസ്റ്റ് ടേം, d കോമൺ ഡിഫറൻസ് പ്ലസ് 1 അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ 10 മുതൽ 99 വരെ അതിൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും? അതായത് 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ. നിശേഷം ഹരിക്കുക മീൻസ് ശിഷ്ടം വരാൻ പാടില്ല, റിമൈൻഡർ വരാൻ പാടില്ല. അപ്പോൾ നോക്കിയേ 3 കൊണ്ട് ആദ്യ സംഖ്യ ഏതായിരിക്കും? 10നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 11 പറ്റില്ല, 12 പറ്റും. സോ ആദ്യ സംഖ്യ എത്രയായിരിക്കും? 12. ഇനി അവസാന സംഖ്യ ഒന്ന് ആലോചിച്ച് നോക്കി. 99നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. നോക്കി 99 കൊണ്ട് ഹരിക്കാൻ പറ്റും. അവസാന സംഖ്യ എന്ത് തന്നെയാണ്? 99 തന്നെയാണ്. അപ്പോൾ an കിട്ടി, Tn കിട്ടി, ശരിയല്ലേ. ഇനി d വേണം. d സിമ്പിൾ ആണ്. ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കേണ്ടത് അതായിരിക്കും d എന്ന് പറയുന്നത്. അത് എല്ലാ ചോദ്യത്തിലും കറക്റ്റ്. നമ്മൾ ഒരുപാട് ചെയ്തതാണ് സമാന്തര ശ്രേണികളുടെ ചോദ്യങ്ങൾ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടോപ്പിക് ക്ലാസ് എടുത്ത സമയത്ത്. അപ്പോൾ d എന്ന് പറയുന്നത് എപ്പോഴും ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കുന്നതായിരിക്കും. ഒന്ന് പറക്കി വെച്ച് കൊടുത്തേ. 99 മൈനസ് 12 ബൈ 3 പ്ലസ് 1. 99 12 കുറച്ചാൽ 87 ബൈ 3 പ്ലസ് 1. 87 ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 3 6 9 3 27. സോ അല്ലേ. അപ്പോൾ 29 പ്ലസ് 1 30 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 30 ആൻസർ വരുന്നത്. നോക്കാം നമുക്ക് 30 ഉണ്ടോ എന്നുള്ള ആൻസറിനകത്ത് 30 ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ചോദ്യം ചെയ്യാം. നമുക്കിനി അതിൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒരാൾ 600 മീറ്റർ നീളമുള്ള ഒരു തെരുവ് 5 മിനിറ്റിനുള്ളിൽ കടന്നു പോകുന്നു എങ്കിൽ കിലോമീറ്റർ per hour വേഗത എന്ത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. നമുക്ക് ഇവിടെ കിലോമീറ്റർ per hour നമുക്ക് വേഗത കിട്ടണം. അപ്പോൾ വേഗത നമുക്കറിയാം. വേഗത ഈസ് ഈക്വൽ ടു സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. സോ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. 600 മീറ്റർ ആണ്. ബൈ ടൈം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റുമാണ്. സോ നമുക്ക് ഒന്ന് മീറ്ററിലും ഒന്ന് മിനിറ്റിലുമാണ് നമുക്ക് കിലോമീറ്റർ per hour ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? കിലോമീറ്റർ per hourലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, ശരിയല്ലേ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത മീറ്റർ പെർ മിനിറ്റ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മീറ്റർ ഓക്കെയാണ്. ഈ മിനിറ്റിനെ കൂടെ സെക്കൻഡ്സിലോട്ടൊക്കെ മാറ്റാൻ കാര്യം കിലോമീറ്റർ per hourലേക്ക് കൺവേർട്ട് ചെയ്യാം എളുപ്പത്തിന് വേണ്ടി. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, വേറെ മെത്തേഡൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യും? ഇതിനെ ഈ 5 മിനിറ്റിൽ കൂടെ ഞാൻ സെക്കൻഡ്സ് ആക്കാൻ വേണ്ടി 600 ഗുണിക്കാം. അപ്പോൾ മിനിറ്റിന് സെക്കൻഡ് ആക്കാൻ 600. യൂണിറ്റ് കൺവേർഷൻ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ എളുപ്പ വഴി നമ്മൾ പറഞ്ഞതാണ്. അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. നമുക്കത് യൂണിറ്റ് കൺവേർഷൻ്റെ വീഡിയോ നമുക്ക് നോക്കാം, ലിങ്ക് തരാം നമുക്ക്. സോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇതെന്താ? ഇത് മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇനി മീറ്റർ പെർ സെക്കൻഡ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിലോമീറ്റർ per hour ആക്കണം. കിലോമീറ്റർ per hour മീറ്റർ പെർ സെക്കൻഡിന് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ per hour ആക്കാൻ 18/5. ഞാൻ ഇച്ചിരി സ്പീഡിനാണ് പറഞ്ഞത്. കാര്യം ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ച ചോദ്യങ്ങളാണ്. ബേസിക്കലി നമ്മൾ സ്പീഡ് ഡിസ്റ്റൻസ് ടൈം പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ per hour ആക്കാൻ 18/5 തിരിച്ച് 5/18 ആണ്. സോ നോക്കി നമുക്ക് ഈ 60ഉം 600ഉം കട്ട് ചെയ്യുമ്പോൾ 10 കിട്ടും. ഈ 5ഉം ഈ 10ഉം കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും, ശരിയല്ലേ. 2 × 18 ഇനി കട്ട് ചെയ്യാൻ പറ്റില്ല. 2 × 18 36 സോ ആൻസർ 36/5. 2 × 18 36/5. ഇനി 5 ഉള്ളൂ താഴെ. അത്രയും കിലോമീറ്റർ per hour. ഒന്ന് ഓപ്ഷനിലേക്ക് നോക്കി ആൻസർ ഉണ്ടോന്ന്. 36/5 എന്നൊരു ഓപ്ഷൻ അതില്ല, എല്ലാം ഡെസിമലാ. സോ നമുക്ക് എന്ത് ചെയ്യാം? 36/5 ഒന്ന് ഡെസിമലാക്കി നോക്കാം. കട്ട് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. കട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ റൗണ്ട് ഡിവിഷൻ നോക്കാം. എങ്ങനെയായാലും 7 5 35 അല്ലേ. ഒന്ന് ബാലൻസ് ഡെസിമൽ കൊടുത്ത് 10 2 5 30. സോ 7.2 കിലോമീറ്റർ per hour എന്നാണ് നമുക്ക് ആൻസർ. നോക്കാം 7.2 ആൻസർ ഉണ്ടോ നോക്കാം. 7.2. സോ ആൻസർ അതാണ്. ഓക്കെ, അടുത്തത് കാര്യക്ഷമത, എഫിഷ്യൻസി പറയുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ വരാത്ത ചോദ്യമാണ്. അപ്പോൾ ഈ എഫിഷ്യൻസി വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു സ്കൂൾ പദ്ധതി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. എയേക്കാൾ 25% കാര്യക്ഷമത ഉള്ള ബി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ്. അപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പമായി നമുക്ക് തൽക്കാലത്തേക്ക് പറഞ്ഞു പോകാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ ഒത്തിരി പറയാനുണ്ട്. നോക്കാം. ഒരു സ്കൂൾ പദ്ധതി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എയേക്കാൾ 25% കാര്യക്ഷമത ഉള്ള ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് ആ റേഷ്യോ ഒന്ന് എഴുതി നോക്കാം. നോക്കി എയും ബിയും നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ കാര്യക്ഷമത പറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയേക്കാൾ 25% കാര്യക്ഷമത ഉണ്ട്, ശതമാനമല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്ക് നമ്മൾ എങ്ങനെ ചിന്തിക്കും? എക്ക് 100% കാര്യക്ഷമത ഉണ്ടെങ്കിൽ ഇവിടെ 125% കാര്യക്ഷമത ഉണ്ട്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ സാധ്യത. അപ്പോൾ ഇങ്ങനെ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യക്ഷമത മീൻസ് ജോലി ചെയ്യാനുള്ള കഴിവ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണം? നമ്മൾ ആലോചിച്ച് നോക്കി, എ ആണോ ബി ആണോ ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് കഴിയുക?
അത് ബി ആണ്. നമ്മൾ ചിന്തിക്കണം, എയേക്കാൾ 25% കാര്യക്ഷമത ബിക്കുണ്ട് എങ്കിൽ കൃത്യമായി ബി ആയിരിക്കും എത്രയും വേഗം ജോലി ചെയ്ത് കഴിയുക. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചിന്തിക്കണം, എങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് വേണമെങ്കിൽ നേരെ പിന്നീട് എഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് മുൻപ്, എങ്കിൽ നമുക്കൊന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ആ വർക്ക് ആൻഡ് ടൈം കുറച്ച് ബുദ്ധിമുട്ടും ടോപ്പിക്കാണ്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ച് നമുക്ക് ചെയ്യാണ്ട്, ലിവിങ് അതായത് ഒരാൾ വന്നു ചേരുകയും പോവുകയും ചെയ്യുന്ന ചോദ്യം, കുറച്ച് ദിവസം ചോദിച്ചിട്ട് ഒരാൾ പോകുന്നു, ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണം, നമുക്കൊന്നുകൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മുടെ കോൺസെപ്റ്റ് ഇങ്ങനെ ആയിരിക്കും, 100 ആണെങ്കിൽ അതിനേക്കാൾ 20% കാര്യക്ഷമത കൂടുതലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇത് വർക്ക് ചെയ്യുന്ന റേറ്റ് വെച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ അതായത് തിരിച്ച് തന്നെ ചിന്തിക്കണം, അതായത് ഇങ്ങനെ ചിന്തിക്കുക. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. നമുക്ക് എന്താ ചിന്തിക്കേണ്ടത്, ബിക്ക് അല്ലെങ്കിൽ ബിക്ക് 100 ദിവസം വേണ്ടി വരുന്നുവെങ്കിൽ എക്ക് 125 ദിവസം വേണ്ടി വരും. ശരിയല്ലേ? കാര്യം ആദ്യം ചെയ്ത് തീരുന്നത് ബി ആയിരിക്കും, കാര്യം ബിക്കാണ് കാര്യക്ഷമത കൂടുതൽ. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കുക. ഈ എഫിഷ്യൻസിയുടെ കോൺസെപ്റ്റ് വരുമ്പോൾ കൺഫ്യൂഷൻ വരുന്നതാണ്, തിരിച്ചെടുത്ത് ചെയ്യാൻ പറ്റും, അത് വേറെ രീതിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെയാണ്, എയും ബിയും വരുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. എന്താ പറയുക, എയേക്കാൾ കാര്യക്ഷമത കൂടുതൽ ബിക്കാണ്, സോ ബിക്കായിരിക്കും കുറച്ച് ദിവസം വേണ്ടത്. അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് തൽക്കാലം ചിന്തിക്കട്ടെ. ഇനി ചെയ്യാനത്രേ ഉള്ളൂ. എക്ക് എത്ര ദിവസം വേണം, എക്ക് 20 ദിവസം വേണം. ആർക്കാണോ ഡേയ്സ് വന്നിട്ട് താഴെ എഴുതുന്നത് കണ്ടോ, ബിക്ക് എത്ര ദിവസം വേണം നമുക്ക് അറിയില്ല. ഇത് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്താൽ മതി. എങ്ങനെയാണ്, 125 ഇൻറ്റു എക്സ് സമം 20 ഇൻറ്റു 100. കണ്ടോ, എക്സിന് പിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, എക്സ് ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 100 ബൈ 125. കാര്യം ഈ ഹരിച്ചിരിക്കുന്ന 125 അപ്പുറത്തേക്ക് പോകും. ഒന്ന് കട്ട് ചെയ്യാൻ നമുക്ക് 25 കൊണ്ട് കട്ട് ചെയ്തേ, 4 25 100, 5 25 125, 5 20 കട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 4 16. സോ 16 ദിവസമാണ് വേണ്ടത്. നോക്കാം 16 ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. 16 ഓപ്ഷൻ ഉണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഈ രീതിക്ക് നമുക്ക് ചെയ്ത് കഴിയും. 48,000 രൂപയ്ക്ക് 8% അർദ്ധവാർഷിക നിരക്കിൽ കൂട്ടുപലിശ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അർദ്ധവാർഷികമാണ് കൂട്ടുപലിശ, ഒരു വർഷത്തേക്കുള്ള കേസാണ് ചോദിക്കുന്നത്, അല്ലയോ? സോ 48,000 രൂപ. ഓക്കെ, 8,000 രൂപയ്ക്ക് 8% അർദ്ധവാർഷികമായുള്ള ശതമാനത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പകുതിയാക്കും, 4%. ഇനി അർദ്ധവാർഷികമാകുമ്പോൾ ഒരു വർഷത്തേക്കാണ് ഈ സംഭവം പറയുന്നത്, ഒറ്റ വർഷത്തേക്ക് അല്ലേ. ഒരു വർഷത്തേക്കാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അർദ്ധവാർഷികം എത്ര പ്രാവശ്യം കണക്കാക്കണം, 2 പ്രാവശ്യം കണക്കാക്കണം. അപ്പോൾ നമുക്ക് റേഷ്യോ ഇട്ട് ചെയ്യാം. ഓക്കെ, റേഷ്യോ ഇട്ട് ചെയ്യാം. അപ്പോൾ റേഷ്യോയുടെ ഫോം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു, നമ്മൾ നേരത്തെ റേഷ്യോ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ് റേഷ്യോ, മറ്റേതിനേക്കാൾ കാൽക്കുലേഷനും കുറവാണ്. സോ 2:1 എന്ന് പറയുന്നതാണ് റേഷ്യോ എടുക്കുന്നത് നമ്മൾ. കാര്യം 2 പ്രാവശ്യം കണക്കാക്കുന്നത് 2:1, 3 പ്രാവശ്യം ആണെങ്കിൽ 3:3:1 എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ 2 പ്രാവശ്യം കണക്കാക്കുന്ന റേഷ്യോ 2:1. അപ്പോൾ നമ്മൾ ഇത്രയും എടുത്തു. എന്തുകൊണ്ട് 4%? അർദ്ധവാർഷികമായതുകൊണ്ട് ശതമാനം പകുതിയായിട്ട് മാറും, 8% പകുതിയായിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോൾ എന്താ നമ്മൾ പറയുക, ആദ്യം നമ്മൾ എന്താ 2 പ്രാവശ്യം നമുക്ക് കണക്കാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 48,000-ന്റെ 4% കണക്കാക്കണം. 2 പ്രാവശ്യം പലിശ കണക്കാക്കണ്ടേ. 48,000-ന്റെ 4% നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, 48,000-ന്റെ 1% കണ്ടുപിടിക്കുക. 48,000 1% കണ്ടുപിടിക്കുക, 2 സ്ഥാനന്മാർ ദശാംശങ്ങൾ, അതായത് ഈ 2 സ്ഥാനന്മാർ ഇവിടെ ദശാംശം. അപ്പോൾ 480 ആണ് 48,000-ന്റെ 1%. അപ്പോൾ 480 1% ആണെങ്കിൽ 4% കണ്ടുപിടിക്കാൻ 480 × 4. അപ്പോൾ നിങ്ങളത് ഗുണിച്ച് നോക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഞാനത് എളുപ്പവഴി പറയുകയാണ്. അപ്പോൾ 1% 480 ആണ് എങ്കിൽ 4% 480 × 4. അപ്പോൾ എത്ര കിട്ടും, 0, 4 32, 1 16, 1 19. ഓക്കെ, സിമ്പിളാണ്. 1920 കിട്ടും. 0, 4 32, 4 16, 3 19. ഓക്കെ, കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ 1920 ആദ്യത്തെ പലിശ. ഇനി അതിൻ്റെ പലിശ 2 പ്രാവശ്യം കണക്കാക്കണ്ടേ, അതിൻ്റെ പലിശ കണ്ടുപിടിക്കണം. എത്ര, 4%. എങ്ങനെ കണ്ടുപിടിക്കും, 1920-ന്റെ 1% കണ്ടുപിടിക്കുക. എത്രയാണ്, 19.2. 2 സ്ഥാനം വരെ ദശാംശം കൊടുത്താൽ മതി. 19.2. 19.2-ന്റെ അപ്പോൾ 19 1%. 1920-ന്റെ 1% 19.2 ആണെങ്കിൽ 4% ഗുണിച്ചാൽ മതി. എങ്ങനെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും, 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഈ സാധനത്തിന് 4 × 0 0 എഴുതണ്ട, 4 × 2 8 ദശാംശം കൊടുത്തു, 4 9 36, 1 4 4 3 7. ശരിയല്ലേ, 1 4 3 7, 36 വരാം. സോ നമ്മൾ എന്ത് ചെയ്യും, 2 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 2 കൊണ്ടും ഇവിടെ താഴെ 1 കൊണ്ടും ഗുണിക്കും. ഇത് ഗുണിക്കുമ്പോൾ എന്താ പറയുക, 0 4 9 2 18, 1 2 2 1 3. ഇവിടെ എന്താ വരിക, ഇവിടെ 76.2 ഗുണിക്കും ഇത് തന്നെ വരും. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം, 76.2 ഇങ്ങനെ എഴുതണ്ടേ. ഇവിടെ ദശാംശം 0 കൂട്ടുമ്പോൾ നോക്കി 8 6 7 4 11, ദെൻ 8 1 9, ദെൻ 3 3 9 1 6.8 ആണ് പലിശ. 3.9 ഇങ്ങനെയാണ്.
ഇത് നിങ്ങൾക്ക് പലിശ കണ്ടുപിടിക്കുന്ന ഫോർമുല ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. റേഷ്യോ അറിയാമെങ്കിൽ ഏറ്റവും എളുപ്പം ഇതായിരിക്കും. റേഷ്യോയുടെ കൂടെ നമ്മൾ എന്തും അറിയണം, ശതമാനത്തിന് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് പഠിക്കണം. എങ്കിൽ ഇത് ഏറ്റവും എളുപ്പമുള്ള സാധനമാണ്. ഒരുപാട് കാൽക്കുലേഷൻ ഒന്നും വരില്ല, പെട്ടെന്ന് കിട്ടും. മറ്റത് വലിയ കാൽക്കുലേഷനൊക്കെ നമുക്ക് വരും. എനിവേ അത് കഴിഞ്ഞു. ഇനി നോക്കിയേ, 8 രൂപയിൽ നിന്ന് 80 പൈസയിലേക്കുള്ള നിരക്ക് എന്നാണ് ചോദ്യം. 80 പൈസയിലേക്കുള്ള നിരക്ക്. ഈ റേഷ്യോ, അതാണ് റേഷ്യോ ആണ് ചോദിക്കുന്നത്. റേഷ്യോ എപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു A/B എന്ന് എഴുതിയാൽ നിങ്ങൾ വായിക്കുന്നത് A to B എന്നാണ് വായിക്കുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് A to B എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം, 8 രൂപയിൽ നിന്ന് 80 പൈസയിലേക്കുള്ള എന്താണ് ചോദ്യം, നിരക്കാണ് ചോദ്യം. അപ്പോൾ A to B പറയുമ്പോൾ 8 രൂപയിൽ നിന്ന് 80 പൈസ നമ്മൾ എന്ത് എഴുതണം, 8/80. പക്ഷേ നമ്മൾ റേഷ്യോ പറയുമ്പോൾ രണ്ടും ഒരേ യൂണിറ്റ് ആയിരിക്കണം. ഇത് നമുക്ക് രൂപയിലാണ് കിടക്കുന്നത്, ഇത് നമുക്ക് എന്തിനാണ് കിടക്കുന്നത്, പൈസയിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. റേഷ്യോ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ രൂപയെ കൂടെ നമുക്ക് പൈസയിലേക്ക് മാറ്റാം. അതാണ് എളുപ്പം. 8 രൂപ, 1 രൂപ എന്ന് പറഞ്ഞാൽ എത്ര പൈസ, 100 പൈസ. അപ്പോൾ 8 രൂപ എന്ന് പറഞ്ഞാൽ 800 പൈസയാണ്. അപ്പോൾ 800 പൈസ ബൈ 80 പൈസ. ഒന്ന് കട്ട് ചെയ്ത് നോക്കി, 10 താഴെ എത്ര, 1. സോ 10:1 ആണ് ആ റേഷ്യോ. 10:1. ഇവിടെ 10:1 തിരിച്ചെടുത്താൽ 1:10 കിട്ടും. സോ 10:1 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. സമീറ 3.5 കിലോഗ്രാം ആപ്പിളും 4.25 കിലോഗ്രാം ഓറഞ്ചും വാങ്ങി, എങ്കിൽ ആകെ ഭാരം എന്ത് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളാണ് ഇത്, നമ്മൾ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കി, 3.5യും 4.25, അല്ല ഇതിന് അരയെന്നൊരു 3/4 എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. നോക്കി, 3ഉം 4 ആയപ്പോൾ എത്രയായി, 7ആയി. 4ഉം 3ഉം കൂടെ 7ആയി. ഇനി അരയും 3/4 ആയപ്പോൾ എന്തായി, 1.25ആയി. അര പ്ലസ് 3/4 1.25. അപ്പോൾ 7ഉം എന്തും 1.25. ശരിയല്ലേ, അരയും 3/4 1.25. നേരത്തെ ഒരു 7 ഉണ്ടായിരുന്നു. അപ്പോൾ 7ഉം 1.25 8.25. 8.25 ആൻസർ. സോ 8.25 ആൻസർ. എഴുതേണ്ട ആവശ്യമേ ഇല്ല. ഇത് നമ്മൾ എഴുതി സമയം കളയരുത്. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഈ അരയും 3/4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഇതിനെ അരാന്ന് തന്നെ വായിക്കുക, അതിന് 3/4 തന്നെ വായിക്കുക, 4-1 കണ്ട 4 തന്നെ വായിക്കുക. ഓക്കെ, സോ അത് നമുക്ക് എളുപ്പത്തിൽ കിട്ടി. ഒരു റോംബസിന്റെ വിസ്തീർണം 240 സെന്റിമീറ്റർ സ്ക്വയർ. ഡയഗണലുകളിൽ ഒന്ന് 16 ആയാൽ മറ്റേത് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ റോംബസിന്റെ വിസ്തീർണം, റോംബസിന്റെ പരപ്പളവ്, റോംബസിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയണം. ഡയഗണലിൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇത് ½ D1 D2 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഡയഗണൽ D1ഉം രണ്ടാമത്തെ ഡയഗണൽ D2 ആണെങ്കിൽ ½ D1 D2 ആണ് ഒരു റോംബസിന്റെ ഏരിയ. അത് എത്രയെന്ന് പറയുന്നത് 240. ശരി, അത് ഒരു ഡയഗണൽ D1 ആണെങ്കിൽ അല്ലെങ്കിൽ D2 ഏതായാലും നമുക്ക് എത്ര 16 എന്ന് പറയുന്നത്. സോ ½ × 16 × D2 നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ, അപ്പോൾ ഏരിയയുടെ ഫോർമുല നമുക്കറിയാം, ഏരിയ എത്ര എന്ന് പറയാം, നമ്മളത് എഴുതി. ഇനി നോക്കി, ഇത് 8ഉം 2ഉം 16ഉം കട്ട് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. ഇനി 8 അപ്പുറത്ത് പോകുമ്പോഴോ, D2 = 240/8. ഇത് കട്ട് ചെയ്യുമ്പോൾ 3 30. സോ 30 സെന്റിമീറ്റർ ആണ് ആ രണ്ടാമത്തെ ഡയഗണൽ എന്ന് പറയുന്നത്. നോക്കി, 30 സെന്റിമീറ്റർ ഉണ്ട്. സിമ്പിൾ അല്ലേ. അടുത്തത് വളരെ സിമ്പിൾ, ചെറുത് എന്ന് പറയുന്നത് ഭിന്നസംഖ്യ. ഇത് നമ്മൾ 4 ടൈപ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് 4 ടൈപ്പ്. ഓരോ ടൈപ്പിലും എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിലൊരു ടൈപ്പാണ് വന്നിരിക്കുന്നത്. അതായത് അംശങ്ങളെല്ലാം ഒരുപോലെ. അംശങ്ങളെല്ലാം ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചിന്തിക്കേണ്ടത് 4 വീടുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ സാധനം കൊടുക്കുകയാണ്. 9 പേരുള്ളൊരു വീടുണ്ട്, 7 പേരുള്ളൊരു വീടുണ്ട്, 10 പേരുള്ളൊരു വീടുണ്ട്, 6 പേരുള്ള വീടുണ്ട്. അങ്ങനെ 4 വീടുകളിലേക്ക് ഒരേ സാധനം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഉള്ള വീടുണ്ട്, ഏറ്റവും കുറവ് അംഗസംഖ്യയുള്ള വീടുണ്ട്. അവിടെ എവിടെയായിരിക്കും ഒരാൾക്ക് ഒരു കേക്കാണെന്ന് വിചാരിക്കും, ഒരേ കേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് ഏറ്റവും വലിയ പീസ് കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ കഷ്ണം കിട്ടുന്നത് ഏത് വീട്ടിലായിരിക്കും? അവിടെ ആള് കുറവായ വീട്ടിലായിരിക്കും നമുക്ക് എപ്പോഴും എന്ത് കിട്ടുക, വലിയ കഷ്ണം കിട്ടുക. നമുക്കിവിടെ ചെറുതാണ് ചോദ്യം. അപ്പോൾ ചെറിയ കഷ്ണം കിട്ടുന്നത് എവിടെയായിരിക്കും? ആള് കൂടുതലാണെങ്കിൽ കഷ്ണത്തിന്റെ വലിപ്പവും ചെറുതാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആള് കൂടുതൽ ഇവിടെയാണ് 10 പേരുള്ളത് അല്ലേ. സോ അങ്ങനെയെങ്കിൽ ആ ഒരു സാധനത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു പീസേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ചെറുത് ഇതായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായി പഠിക്കാനാണ്, ഒരേ അംശം വന്നാൽ ഛേദം വലുത് ചെറുതും ഛേദം ചെറുത് വലുതുമായിരിക്കും. അപ്പോൾ ഇതായിരിക്കും ചെറുത്, ഇതായിരിക്കും വലുത്. ഓക്കെ, ഇത് നമ്മൾ കാര്യമായിട്ട് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ചെറുതാണ് ചോദ്യം. സോ 11/10 ചെറുത്. നോക്കി, ഒരാൾ 784 രൂപയ്ക്ക് ഒരു സാധനം 12% GST ഉൾപ്പെടെ വാങ്ങി. GST ഇല്ലാതെ വില എന്നാണ് ചോദ്യം. ശരിയല്ലേ, GST ഉൾപ്പെടെയാണ് എന്ത് വാങ്ങിയത്, 784 രൂപയ്ക്ക് വാങ്ങിയത്. ശരിയല്ലേ, നമുക്ക് നോക്കാം. GST ഉൾപ്പെടെ, നമ്മൾ ലാഭവും നഷ്ടവും പറഞ്ഞ പോലെ തന്നെയാണ്. സോ നമുക്ക് അതിൻ്റെ GST ഇല്ലാത്ത വില നിങ്ങൾ X ആണെന്ന് വിചാരിച്ച്, GST ഇല്ലാത്ത വില X ആണ്. ശരിയല്ലേ, അപ്പോൾ Xൽ എത്ര ശതമാനം, 12%. എത്രയാണ്, 12% GST കയറ്റിയാണ് അദ്ദേഹം വാങ്ങി. എത്ര രൂപയ്ക്ക്, 784 രൂപയ്ക്ക്. അപ്പോൾ X എന്ന് പറയുന്ന ഒരു സാധനത്തിന് വിലയായിരുന്നു, GST 12%. അപ്പോൾ 12% സാധനം എങ്ങനെ എഴുതും, 100ൽ 12 എന്നല്ല എഴുതുക, 112 എന്നാണ് എഴുതുക. കാര്യം നമ്മൾ ലാഭമൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയാം, 100ൽ 100 പ്ലസ് പ്രോഫിറ്റ്.
അങ്ങനെയല്ല, ഇപ്പോൾ 5% 105 എടുക്കുന്നത്, അതുപോലെ തന്നെ എടുക്കണം നമ്മൾ, ഇല്ലെങ്കിൽ പിന്നെ വേറെ സ്റ്റെപ്പ് കൂടെ വരും. അപ്പോൾ അത് നമ്മൾ നിൽക്കേണ്ട. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില 12% GST കൂട്ടി വിൽക്കുകയാണ്, അതായത് 100-ൽ 112. ഇതൊക്കെ ആർക്കും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് 112 എടുത്തു 12 എടുത്തില്ല, ഇതൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 700. അങ്ങനെ ചെയ്യുമ്പോഴാണ്, അതായത് ഈ ഒരു സാധനത്തിൻ്റെ വിലയിൽ GST കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 784 ആവുക. എങ്കിൽ ആഡ് ചെയ്യാത്ത വില കണ്ടുപിടിക്കുക, നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. നോക്കി, എക്സ് ഇസ് ഈക്വൽ ടു അവിടെ എന്തുണ്ട്? 784 ഇൻറ്റു 112/100 അപ്പുറത്ത് പോകുമ്പോൾ 100/112. അതെങ്ങനെ കിട്ടി? ഈ 100 ഹരിച്ചിരിക്കുകയല്ലേ, അത് അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കും. 112 മുകളിലല്ലേ, അത് താഴെ പോകും. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് നോക്കി 784 പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും, കാര്യം ലാസ്റ്റ് 4 വരണം. 7 ഉണ്ടെന്ന് നോക്കി, 7 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നോക്കി 7 ഉണ്ട് 14, ബാലൻസ് 1, ഒരു 7 1 8, പിന്നെ ഒരു 7 കിട്ടും 7 കണ്ടോ. അപ്പോൾ 7 × 100 700. അപ്പോൾ എത്രയാണ് സംഖ്യയുടെ വില? അത് ഗ്യാസ് സാധനത്തിൻ്റെ വില 700 രൂപയാണ് GST ഇല്ലാതെ. കോർണർ എന്ന് പറയുന്നത് GSVRIV, സെൻട്രലിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചതെന്നല്ലേ. അപ്പോൾ കോർണർ GSVRIV നമുക്ക് നോക്കാം. കോർണർ എന്താണ്? GSVRIV ശരിയല്ലേ? സെൻട്രലാണ് ചോദ്യം. ഓക്കെ, സി കഴിഞ്ഞ് എത്രാമത്തെ ലെറ്റർ? ജി എന്ന് പറയുന്നത് DEFG, നാലാമത്തത്. O കഴിഞ്ഞോ? MNO PQRS. അപ്പോൾ നോക്കി 4ന്റെ വ്യത്യാസത്തിലാണ് പോകുന്നത് അല്ലേ, 4 ശേഷം. അപ്പോൾ ഇതിനിപ്പോൾ അങ്ങനെ നോക്കേണ്ട കാര്യം, നോക്കി സി വന്ന്, ഈ സിക്ക് കറസ്പോണ്ടിങ് ഏതാണ് നടക്കുന്നത്? ജി. അപ്പോൾ നമുക്ക് ഇവിടെ ജി താഴെ കൊടുക്കാം അല്ലേ, ജി താഴെ കൊടുക്കാം. കാര്യം എന്താണ്? ഈ സി കഴിഞ്ഞ് 4ാമത്തെ ലെറ്റർ ആയിരിക്കും വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, 4 ലെറ്റർ കഴിഞ്ഞ അടുത്ത ലെറ്റർ. സോ ഇവിടെ സിക്ക് കറസ്പോണ്ടിങ് ജി വന്നാൽ ഇവിടെ അങ്ങനെ തന്നെ വരുള്ളൂ, കാര്യം സി കഴിഞ്ഞ് 4ാമത്തെ ലെറ്റർ ആയിരിക്കും വന്നിരിക്കുന്നത് ജി. ഇത് നോക്കി, ഇക്ക് ഇവിടെ ഐ അല്ലേ കിടക്കും, സോ നമുക്ക് ഐ കൊടുക്കാം. കാര്യം നമ്മൾ ഇവിടുന്ന് എണ്ണി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ നടക്കുന്നത് 6 നടക്കുന്നത്, സോ 6 കൊടുക്കാം. മൊത്തം കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ, കാര്യം ഇവയൊന്നും അല്ല എന്നൊരു സാധനം കിടപ്പുണ്ട്. ഇനി നമുക്ക് നോക്കി, ഇത് നോക്കിയാൽ നമുക്കറിയാം GNF അല്ലേ, GIR വന്നത്. GIR വന്നൊക്കെ നേരെ നോക്കി GR വന്നിരിക്കുകയാണ്, പക്ഷെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. കാര്യം ഇടയ്ക്ക് ഒരു ലെറ്റർ ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ചില പ്രശ്നമാകും. കാര്യം ഇതിനകത്ത് ഇവയൊന്നും അല്ല എന്നൊരു ചോദ്യം കിടപ്പുണ്ട്, അതുകൊണ്ട് മുഴുവൻ കണ്ടുപിടിച്ച് തന്നെ പോവാം. അപ്പോൾ നോക്കി, അടുത്ത T ആണ്. ടിയുടെ ആൻസർ നമുക്കില്ല. അപ്പോൾ ടി നമുക്ക് നോക്കാം. PQRST UVWX. സോ എക്സ്. ആർ നോക്കി, ആറിന് വി ഉണ്ട്. എക്ക് ABCDE. സോ എല്ലിന് ഇല്ല, അപ്പോൾ എല്ലിന് നോക്കണ്ടിരിക്കാം. IJKLMNOP അല്ലേ, പി. നോക്കി ഈ സാധനം GRIXVEP, ഇതല്ലേ ആൻസർ. സോ ആൻസർ കിട്ടി. അപ്പോൾ മൊത്തം ഇവയൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മൊത്തം കണ്ടുപിടിക്കാൻ ശ്രമിച്ച് നോക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. Q എന്ന് പറയുന്ന പ്ലസ് ഇത് പറയുന്നത് ഇങ്ങനെ ഒരു സംഖ്യ അല്ലയോ. അപ്പോൾ നമുക്ക് ഈ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എൻ്റെ ആൻസർ എന്താണ് ചോദ്യം. നമുക്ക് ആദ്യം ആ കെ ഒക്കെ ഒഴിവാക്കി നമ്പേഴ്സ് മാത്രം എടുത്ത് എഴുതാം. 26 2 3 6 4 26 2 3 4 സോറി 2 3 6 4. ഇനി നമുക്ക് ഓരോന്നിനും പറയാനുള്ള ചിഹ്നങ്ങൾ കൊടുക്കാം. എന്താ പറയുക? കെ എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്. ബട്ട് Q എന്ന് പറഞ്ഞാൽ എന്താ? Q എന്ന് പറഞ്ഞാൽ പ്ലസ്. അപ്പോൾ ഡിവിഷനും +1 ആദ്യം വരിക അല്ലയോ. സോ ഇവിടെ ഡിവിഷൻ, ഇവിടെ പ്ലസ്. അടുത്ത രണ്ട് ചിഹ്നങ്ങളുണ്ട്. അടുത്ത കിടക്കുന്നത് ജെയും ടിയും ആണ്. ജെ ആദ്യം ഇൻറ്റു -1 വരുന്നത്. സോ ഇൻറ്റു മൈനസ്. അപ്പോൾ ഡിവിഷൻ ആദ്യം ചെയ്യൂലേ, എളുപ്പത്തിൽ ചെയ്യാം. 26 × 2 എത്രയാ? 13 അല്ലേ. 3 × 6 എത്രയാ? പിന്നെ ഇൻറ്റു അല്ലേ ചെയ്ത്. 3 × 18 -4. അപ്പോൾ നോക്കിയാൽ 13 18 31 34 കുറച്ച് എത്ര കിട്ടും? 27. 27 ആൻസർ ഉണ്ടോ നോക്കി ഓപ്ഷനകത്ത്? 27 ആൻസർ ഉണ്ട്. ഓക്കെ അല്ലേ, അതും കിട്ടി. അപ്പോൾ സിമ്പിളാണ് ചോദ്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല. കൂട്ടത്തിൽ പെടാത്തത് ആര് എന്നാണ് ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത്. അപ്പോൾ ഇതിനകത്ത് എന്ത് ഫോർമാറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ ഒരുപക്ഷെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള മോഡലാണ്. നമ്മൾ മുമ്പ് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു എക്സാം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നോക്കി എന്താ പ്രത്യേകത എന്നറിയാമോ? ഇതിലുള്ള സംഖ്യകളിലെല്ലാം പ്രത്യേകത ഈ 6 3 കൂടെ കൂട്ടിയിട്ടാണ് 9 കിട്ടിയിരിക്കുന്നത്. 4 2 കൂടെ കൂട്ടിയിട്ടാണ് 6 കിട്ടിയിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ ആണ്. കാര്യം ഇതിനകത്ത് അങ്ങനെ ഒരു പാറ്റേൺ ആണ്. ഇതിനകത്തല്ല നമ്മൾ നോക്കേണ്ടത്, ഇതിൽ നോക്കണം. നോക്കി 6 3 കൂടെ കൂട്ടുമ്പോൾ 9. ഇവിടെ കണ്ട് നോക്കിയിട്ട് കാര്യമില്ല. ദെൻ 6 1 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 7. 4 2 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6. അതായത് ആദ്യത്തെ അവസാനത്തെ സംഖ്യകൾ കൂട്ടുമ്പോൾ മിഡിൽ സംഖ്യ കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടാത്ത ഒരേ ഒരു സംഖ്യ ഇതാണ് 427. 4 7 കൂട്ടി 2 കിട്ടുന്നില്ല. ഇതാണ് എൻ്റെ ഫോർമാറ്റ്. ഈ ഒരു ഫോർമാറ്റാണ് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. ഇനി വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് അറിയില്ല. PSC ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഈ ഒരു ഫോർമാറ്റ് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടില്ല. ഈ ഓപ്ഷനൊക്കെ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ആ ഒരു ചോദ്യം. നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം.
വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കാനാണ്. വളരെ സിമ്പിളായുള്ള ചോദ്യം. നമുക്കൊരു ഫസ്റ്റ് വ്യൂവിൽ നമുക്ക് തോന്നുന്നൊരു ഐഡിയ ഇതാണ്. 1ന്റെ സ്ക്വയർ പ്ലസ് 2, 2ന്റെ സ്ക്വയർ പ്ലസ് 2, 3ന്റെ സ്ക്വയർ പ്ലസ് 2, 4ന്റെ സ്ക്വയർ പ്ലസ് 2, 5ന്റെ സ്ക്വയർ പ്ലസ് 2 എങ്കിൽ ഇവിടെ എന്തായിരിക്കും 6ന്റെ സ്ക്വയർ പ്ലസ് 2, അതായത് 36 പ്ലസ് 2 38 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയാം. ബാക്കിയെല്ലാം ആ ഒരു പാറ്റേണിലാണ്. അപ്പോൾ ഫസ്റ്റ് വ്യൂ നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ ചോദ്യമായിരുന്നു. മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 25 മിനിറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ കോണളവ് എന്നുള്ളതാണ് ചോദ്യം. ഇത് എളുപ്പമുള്ള ചോദ്യം. അപ്പോൾ ഒന്നുകിൽ നമ്മളിത് കാണാൻ പഠിക്കുക. എന്താണ് ഒരു മിനിറ്റ്, മിനിറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു മിനിറ്റ് ഒരു സൂചി, മിനിറ്റ് സൂചി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് എത്ര ഡിഗ്രി തിരിയും? 6 ഡിഗ്രി തിരിയും. ഇത് കാണാൻ പഠിക്കണമൊന്നുമില്ല. കാര്യം നമുക്കറിയാം 60 മിനിറ്റ്, അതായത് ഒരു ഫുൾ റൊട്ടേഷൻ ആകുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. സർക്കിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 60 മിനിറ്റിൽ 360 ആണെങ്കിൽ 60 മിനിറ്റിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുവെങ്കിൽ ഒരു മിനിറ്റിൽ എത്രയായിരിക്കും? 360/60. സോ 6 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. പോട്ടെ, ഒരു മിനിറ്റിൽ 6 ഡിഗ്രിയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി നമുക്കറിയാം. എങ്കിൽ എത്രയാണ് വേണ്ടത്? 25 മിനിറ്റിൽ. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി എങ്കിൽ 25 മിനിറ്റിൽ 25 × 6 അല്ലയോ? സോ എത്ര വരും? 150 ഡിഗ്രി. സിമ്പിൾ. 150 ഡിഗ്രി ആയിരിക്കും അത് ട്രാവൽ ചെയ്യാൻ. പ്രശ്നമൊന്നുമില്ല. അടുത്തത്, എയുടെ മകൻ ബി സിയെ വിവാഹം കഴിച്ചു. നോക്കാം, നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, എയുടെ മകൻ ബി. ഇപ്പൊ ഇങ്ങോട്ട് മകനാണെന്നറിയാം, സണ്ണാണെന്നറിയാം, ബി അല്ലേ? ഇനി അങ്ങോട്ട് നമുക്കറിയില്ല, അത് ഫാദർ ആവാം, മദർ ആവാം, എന്തോ ആവാം. ബി ആരെ വിവാഹം കഴിച്ചു? അപ്പൊ മദറും സണ്ണൊക്കെ നമ്മളിങ്ങനെ താഴെ എഴുതുന്ന. വിവാഹം കഴിച്ചു സഹോദരനൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പാരൽ എഴുതിപ്പോ. ആരെ വിവാഹം കഴിച്ചു? സിയെ വിവാഹം കഴിച്ചു. അപ്പൊ ഇതൊരു പുരുഷനാണ്, ശരിയല്ലേ? കാര്യം എയുടെ മകൻ ബി എന്ന് പറയുന്നുണ്ട്, സിയെ വിവാഹം കഴിച്ചു, സി വിവാഹം കഴിച്ചു. അപ്പൊ ഇത് എപ്പോഴും എന്തായിരിക്കും? ഇതൊരു സ്ത്രീ ആയിരിക്കും, ശരിയല്ലേ? സിയെ വിവാഹം കഴിച്ചു. അപ്പൊ ഇത് ഇങ്ങോട്ടുള്ള ഭാഗം എന്താണ്? ഇത് വൈഫാണ്, ഇങ്ങോട്ട് ഹസ്ബൻഡാണ്. ഓക്കെ അല്ലേ? ഇനി ബാക്കി പറഞ്ഞേ. അവളുടെ സഹോദരി ഡി ഇയെ വിവാഹം കഴിച്ചു. അപ്പൊ ഇതിന്റെ സഹോദരി ഡി അപ്പൊ അങ്ങോട്ട് സിസ്റ്ററാണ്, ഇങ്ങോട്ടും സിസ്റ്ററാണ്. അപ്പൊ ഇതും സ്ത്രീയാണ്. ആരെ വിവാഹം കഴിച്ചു? ഇയെ വിവാഹം കഴിച്ചു അല്ലേ? അപ്പൊ ഈ വിവാഹം കഴിച്ചു ഇതെന്തായിരിക്കും? ഇത് അങ്ങോട്ട് ഇത് ഹസ്ബൻഡ് ആയിരിക്കും, ഇങ്ങോട്ട് വൈഫും ആയിരിക്കും. ശരി, അങ്ങോട്ട് ഹസ്ബൻഡ് ആയിരിക്കും. സോറി, ഇത് സ്ത്രീയാണ്. അപ്പൊ ഇതെന്തായാലും ഇത് പുരുഷനായിരിക്കും അല്ലയോ? ഇത് പുരുഷനായിരിക്കും. ഓക്കെ ആണല്ലോ? ഇത്രയേ പറയുന്നുള്ളൂ. ഇനി എന്താണ് ചോദിക്കുന്നത്? സി എങ്ങനെ ഇയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിയും ഇയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം. സിയും ഇയും തമ്മിലുള്ള ബന്ധമാണ് ചോദ്യം, ശരിയല്ലേ? അപ്പൊ നോക്കിയേ, ഇനി പറയുന്നത് ബിയും സിയും സഹോദരങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ബിയുടെ സഹോദരങ്ങളാണ്, ബിയുടെ സഹോദരനാണ് ഇ എന്ന് പറയുന്നുണ്ട്. ബിയുടെ സഹോദരനാണ് ഇ. അതായത് ഇവർ രണ്ടുപേരും ഒരമ്മയുടെ മക്കളാണ്, അല്ലെങ്കിൽ ഒരു അച്ഛനും ഒരു അമ്മയും ഉണ്ടായ മക്കളാണ് ബിയും ഇ എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ ബിയും ഇയും സഹോദരങ്ങളാണ്. ബിയും ഇയും സഹോദരങ്ങളാണ്, അവരുടെ വൈഫാണിത്, ശരിയല്ലേ? ബിയും ഇയും സഹോദരങ്ങളാണ്, അവരുടെ വൈഫാണിത്. അപ്പോൾ ബിയുടെ വൈഫ് സിയും ഇയുടെ വൈഫ് ഡിയും ആണ്. അപ്പോൾ ചോദ്യം, ഇ എന്ന് പറയുന്നത് സിയുമായിട്ടാണ്. സി എങ്ങനെ ഇയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ സിയുടെ ഭർത്താവിന്റെ സഹോദരനാണ് ഈ ഭർത്താവിന്റെ സഹോദരൻ. അപ്പൊ ഭർത്താവിന്റെ സഹോദരൻ എങ്ങനെ ഇവിടെ ആയിട്ട് സിയോട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ അത് നമുക്ക് എപ്പോഴും സഹോദരിയെ പറയാൻ പറ്റും. ഇതൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ നാത്തൂൻ എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇതൊരു പുരുഷനാണ്. ഇത് സ്ത്രീ ആയിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് നാത്തൂൻ എന്ന് പറയാം. ഇത് പുരുഷനായതുകൊണ്ട് തന്നെ ഈ പുരുഷന്റെ സഹോദരന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യ എപ്പോഴും സഹോദരി എന്ന് നമുക്ക് പറയാൻ പറ്റും. സഹോദരന്റെ ഭാര്യ സഹോദരി, ആ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നാത്തൂൻ എടുക്കാൻ നമുക്ക് പറ്റും. നാത്തൂൻ സ്ത്രീ, ശ്രദ്ധിക്കുക, ഇത് സ്ത്രീ ആയിരുന്നുവെന്ന് നമുക്ക് എന്ത് പറയാം? നാത്തൂൻ എന്നൊരു ഓപ്ഷൻ കൂടി നമുക്ക്. ബാക്കിയൊന്നും നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. നാത്തൂൻ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, പക്ഷേ സ്ത്രീ ആയിരുന്നുവെങ്കിൽ. ഓക്കെ, അടുത്ത നോക്കാം. ഒക്ടോബർ 1 ഞായറാഴ്ചയാണ് എങ്കിൽ നവംബർ 1 എന്നാണ് ചോദ്യം. ഒക്ടോബർ 1 ഞായർ എങ്കിൽ നവംബർ 1 ദിവസം. സിമ്പിളാണ്. ഒക്ടോബർ എത്ര ദിവസമുണ്ട്? ഒക്ടോബർ നമുക്ക് ഒക്ടോബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഒക്ടോബർ 31 ദിവസമുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഒക്ടോബറിൽ 31 ദിവസം. ഒക്ടോബർ 1 മുതൽ 31 വരെ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കാം നമുക്ക്, അല്ലേ? ആകെ 30 ദിവസമുണ്ട്. 1 മുതൽ 31 വരെ 31 - 1 30 ഡേയ്സ് ഉണ്ട്, ശരിയല്ലേ? ഇനി നവംബറിൽ ഒരു ഡേയും കൂടെ ഉണ്ട്. നവംബറിൽ 1 ഉണ്ട്. സോ അതും കൂടെ ചേരുമ്പോൾ എത്രയും മൊത്തം 31 ഡേയ്സ് ആയി. നമ്മൾ എന്ത് ചെയ്യും? 31നെ 7 കൊണ്ട് ഹരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? സോ 4 7 28. ബാലൻസ് 3. ബാലൻസ് 3 ആണെങ്കിൽ എന്ത് ചെയ്യുക? ആ 3നോടൊപ്പം ഞായർ കൂട്ടുക. ഞായർ പ്ലസ് 3 ഏതൊക്കെ വരും? തിങ്കൾ, ചൊവ്വ, ബുധൻ. സോ ആൻസർ ബുധൻ. എളുപ്പമാണ്, ഒന്നുമില്ല. അതെന്താ? കെ എല്ലിൽ നിന്ന് 40 മീറ്റർ തെക്ക് പടിഞ്ഞാറാണ്. എം എല്ലിന്റെ തെക്ക് കിഴക്ക് 40 മീറ്റർ ആണ്. കെയുടെ ഏത് ദിശയിലാണ് എം? സിമ്പിളാണ്. ദിശ പറയുന്ന ചോദ്യമാണ്. ദിശ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ ദിശ എങ്ങനെയാവും? ദിശ ഇങ്ങനെയാണ്. ഇത്
എന്താ ഇത് വടക്ക്, ഇത് തെക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെന്താ പറയുക. ഇതിൽ കെ എന്നത് എല്ലിൽ നിന്ന് 40 മീറ്റർ തെക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ കെ നമുക്ക് നോക്കാം, നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് വരയ്ക്കാം. നോക്കിയേ, ഇത് നമുക്ക് കിഴക്ക് വരും, ഇത് നമുക്ക് വടക്ക് വരും, ഇത് നമുക്ക് പടിഞ്ഞാറ് വരും, ഇത് നമുക്ക് തെക്ക് വരും. ഇനി എന്താ പറയുന്നത്, ആരാണ് നിൽക്കുന്നത്? കെ എന്നത് എല്ലിൽ നിന്ന് 40 മീറ്റർ തെക്ക് പടിഞ്ഞാറ്. അപ്പോൾ കെ എന്ന് പറയുന്ന ആള്, കെ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ്, എല്ലിൽ നിന്നും തെക്ക് പടിഞ്ഞാറ്. അപ്പോൾ നോക്കിയേ, ഇത് തെക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്, ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക അല്ലയോ? സോ ഇങ്ങനെ ആയിരിക്കും ആര് നിൽക്കുക? കെ എന്നത് എല്ലിൽ നിന്ന്. അപ്പോൾ കെ ഇവിടെ ആയിരിക്കും നിൽക്കുക. നമുക്ക് എല്ലിൽ നിന്ന് ഇവിടെ കൊടുക്കാൻ തൽക്കാലം അല്ലേ? എത്ര മീറ്റർ? 40 മീറ്റർ തെക്ക് പടിഞ്ഞാറാണ് നിൽക്കുക. ശരിയല്ലേ? ഇനി അടുത്ത് എന്താ പറയുക? അടുത്ത് നോക്കിയേ, എം എല്ലിൻ്റെ തെക്ക് കിഴക്ക് 40 മീറ്റർ ആണ്. എം എല്ലിൻ്റെ തെക്ക് കിഴക്ക്, ഇതല്ലേ തെക്ക് കിഴക്ക്, ഇതാ ഇവിടെ നിൽക്കും കണ്ടോ, 40 മീറ്റർ. ഇവിടെയാണ് എം നിൽക്കുന്നത്. ഇനി അടുത്തെന്താ ചോദ്യം നമുക്ക്? കെയുടെ ഏത് ദിശയിലാണ് എം? കെയുടെ ദിശ എങ്ങനെ നോക്കണ്ട, ഇങ്ങോട്ടാണ്. കെയുടെ ഈ ദിശയിലാണ് നിൽക്കുന്നത്. ഈ ദിശ ഏത് ദിശ? കിഴക്ക് ദിശ. സോ ഏത് ദിശയിൽ നിൽക്കുന്നു? കിഴക്ക് ദിശയിൽ. സിമ്പിൾ അല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ മെന്റൽ എബിലിറ്റി ചോദിക്കുന്ന ചോദ്യം ആണ് വന്നിരിക്കുന്നത്. അത് മാത്സുമായിട്ട് ഒരു റിലേഷൻ ഉള്ള ചോദ്യമൊന്നും അല്ല, എങ്കിലും നമുക്ക് നോക്കാം. കൊയഫ് ഹെയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് ദെൻ മ്യൂസിക്കലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ഹെയർ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് കൊയഫ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യം അറിയില്ല, ഞാൻ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത്, സീരിയസ് ആയിട്ട് പറയാമല്ലോ. സോ അതുപോലെ അപ്പോൾ അങ്ങനെ നമുക്ക് ഹെയർ അറേഞ്ച് ചെയ്യുന്നതിനെ കൊയഫ് നമ്മൾ പറയുകയാണെങ്കിൽ മ്യൂസിക്കലിനെ അറേഞ്ച് ചെയ്യുന്ന രീതി എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പറയുമ്പോൾ ഈ നോട്ട്സ് ഒക്കെ നമ്മൾ ഈ മ്യൂസീഷ്യൻസ് ഒക്കെ നോക്കി വായിക്കുന്ന, വയലിനിസ്റ്റ് ഒക്കെ നോക്കി വായിക്കുന്ന ഒരു നോട്ട്സ് ഉണ്ടല്ലോ അവർ എഴുതി വെച്ചിരിക്കുന്നത്. ആ നോട്ട്സിനെയാണ് സാധാരണ സ്കോർ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു അറിവെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മ്യൂസിക്കോട് ബന്ധപ്പെട്ട സ്കോർ ആണെന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ള ഒരു അറിവ് എനിക്കില്ല. ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ സാധനമാണ്. എനിക്ക് തോന്നുന്നു ഈ മ്യൂസീഷ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന നോട്ട്സിനെയാണ്, നമ്മൾ നോട്ട്സ് എന്നൊക്കെ പറയുന്ന സാധനത്തിനെയാണ് സ്കോർ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഒരു നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് അത് സ്കോറെന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എനിവേ എന്താണ് നമുക്ക് നോക്കാം അതിനെപ്പറ്റി. സോ അപ്പോൾ എന്താ പറയുക, അടുത്തത് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഭിന്നസംഖ്യകളുടെ മിശ്രഭിന്നങ്ങളുടെ സങ്കലനവും വ്യവകലനവും ഒരുമിച്ച് വരുന്ന ചോദ്യമാണ്. നമുക്ക് നോക്കാം. അത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കി. 3ഉം 4ഉം -2ഉം 1ഉം എന്നുള്ള ഹോൾ നമ്പേഴ്സ് ആദ്യം എടുക്കാം. അപ്പോൾ 4 3 7, 7 2 കുറച്ച് 5, 5 1 കുറച്ച് എത്രയാണ്? 5 കുറച്ച് 4. സോ 4 ഇരിക്കട്ടെ. ഇനി ബാക്കി ഏതൊക്കെയുണ്ട്? ബാക്കിയുള്ളത് 1/6 ഉണ്ട്, പ്ലസ് 1/6 പ്ലസ് 1/2. ഇവിടെ ശ്രദ്ധിക്കുക, ഫ്രണ്ടിൽ മൈനസ് ആയതുകൊണ്ട് ഇത് പ്ലസ് 2/3 അല്ല, -2/3 ആണ്. ഇവിടെ -11/12 കേട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നമ്മുടെ ഓപ്ഷനിലെല്ലാം നോക്കിയാൽ നിങ്ങൾ എല്ലാം താഴെ 12. സോ നമുക്ക് ഇതിൻ്റെ LCM നമുക്ക് 12ലേക്ക് മാറ്റാം. അതായിരിക്കും എല്ലാത്തിൻ്റെ LCM നമുക്ക് 12ലേക്ക് മാറ്റാം. അപ്പോൾ ഇനിയുള്ള പ്രത്യേകത നോക്കിയാൽ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൈനസ് വരുമ്പോൾ ഇവിടെ മൈനസ് എടുക്കണം, ഈ മൈനസ് ഇവിടെ മൈനസ്, അത് നമ്മൾ തെറ്റിക്കാനുള്ള സാധ്യത ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഇതിനെ മിശ്രഭിന്നം മാറ്റി വിഷമഭിന്നത്തിലേക്ക് 6 × 3 18 അങ്ങനെ എഴുതി ചെയ്തൊരു മെത്തേഡിലേക്ക് പോകണം. എനിവേ ഞാൻ ഈ മെത്തേഡ് ചൂസ് ചെയ്യുന്നു, നിങ്ങൾക്ക് അതാണെങ്കിൽ എളുപ്പം. അതായത് മിശ്രഭിന്നത്തിനെ വിഷമഭിന്നമാക്കി ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് അറിയാം. ഓക്കെ, നോക്കാം നമുക്ക്. നോക്കി 4 പ്ലസ് ഒന്നുകിൽ ഇതെല്ലാം കൂടി അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ LCM 12ലേക്ക് മാറ്റാം. നോക്കി 4ന്റെ താഴെ എത്രയാണ് ഉള്ളത്? 1 ആണുള്ളത്. നമുക്കതിനെ 12 ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? മുകളിലും താഴെ നമ്മൾ 12 കൊണ്ട് ഗുണിക്കണം അല്ലയോ? അപ്പോൾ നമുക്ക് എന്ത് വരും? 4 12 48/12. ഇവിടെ 12 ആക്കണമെങ്കിൽ മുകളിലും താഴെ 2 കൊണ്ട് ഗുണിക്കണം അല്ലയോ? സോ 2/12 പ്ലസ് ഇവിടെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഗുണിക്കണം, എങ്കിലേ താഴെ 12 ആവുള്ളൂ. അതറിയാലോ അല്ലേ? 2നെ 12 ആക്കണമെങ്കിൽ എന്തിനാണ് നമ്മൾ 12 ആക്കുന്ന? ഒന്ന്, ഇവിടെ എല്ലാം 12ലാണ് കിടക്കുന്നത്. 2, നമുക്ക് എല്ലാ ഛേദവും 12 ആക്കാൻ പറ്റും കോമൺ ആയിട്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ എന്ത് വരും? 6/12 മൈനസ് ഇവിടെ എന്ത് ചെയ്യാം? മുകളിൽ താഴെ 6 കൊണ്ട് മുകളിൽ താഴെ നമുക്ക് എന്താ ആക്കേണ്ടത്? 3നെ 12 അല്ലേ ആക്കേണ്ടത്? 4 കൊണ്ട് ഗുണിക്കണം അല്ലയോ? സോ മുകളിൽ താഴെ 4 കൊണ്ട് ഗുണിക്കും. സോ 8/12. ഇവിടെ എന്താ പറയുക? ഇതിനെ മാറ്റണ്ട കാര്യം എന്ന് ഛേദം 12 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള, ഒരുപാട് പറയാനൊന്നുമില്ല. ഛേദങ്ങൾ ഒരുപോലെ ആക്കാനുള്ള പരിപാടി ഇത് തന്നെയാണ്. അപ്പോൾ നോക്കിയേ, ഇത് നമുക്ക് നോക്കാം. ഛേദം എല്ലാം ഒരുപോലെയുള്ള പ്രത്യേകം എന്താ? ഛേദം അതുപോലെ എഴുതിയാൽ മതി. ബാക്കി 48 2 50, 50 മാറും 56, 56 8 കുറച്ച് കഴിഞ്ഞാൽ 48, 48 11 കുറച്ച് കഴിഞ്ഞാൽ 37. സോ ആൻസർ 37/12 എന്ന് കിട്ടും. സോ ആൻസർ 37/12. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചെയ്തത്. അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം, അതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറയുകയും വേണം. നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ മെത്തേഡ്സ്, സിമ്പിൾ മെത്തേഡ്സ് കാര്യങ്ങൾ അത് പറയണം. ഓരോരുത്തർക്കും ഓരോ മെത്തേഡായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുന്ന മെത്തേഡ് കുറേ പേർക്ക് ഈസി ആയിരിക്കും, കുറച്ച് പേർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ്സ് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻസുകൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക എങ്ങനെയായിരുന്നു എക്സാം എന്നൊക്കെ ഉള്ളത്. മറ്റൊരു ടോപ്പിക്കും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും